വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം അതിഥികളുടെ വിശേഷമാണ്. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മിടുക്കരാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥികളായി എത്തുന്നത്. എല്ലാ വിഷയങ്ങളിലും A+ നേടി അഭിമാനമായവർ. ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. അവരെങ്ങനെ പഠിച്ചു, മികച്ച വിജയത്തിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ സംസാരിക്കാം. സ്വാഗതം. ആദ്യം നമുക്ക് ശ്രീനിധിയിലേക്ക് പോകാം. ശ്രീനിധി, ഈ ഒരു കടമ്പ +2 എന്നുള്ള വലിയ കടമ്പ അത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചുറ്റും നിന്നും അഭിനന്ദനങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിശേഷങ്ങൾ? അതെ, ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുടുംബക്കാരായാലും ബന്ധുക്കളായാലും പിന്നെ ചുറ്റുമുള്ളവരായാലും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അഭിനന്ദനം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു +2 എന്നുള്ള ഒരു കടമ്പ കടക്കണമെങ്കിൽ വലിയൊരു പരീക്ഷ തന്നെയാണ്. എല്ലാ വിഷയത്തിനും A+ നേടണമെങ്കിൽ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അത് നേടണമെന്നുമില്ല. അതിൻ്റെ ഒരു വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു, ആ ഒരു എക്സാം രീതിയൊക്കെ? എക്സാം പ്രതീക്ഷിച്ചതിന് സാറിന് എളുപ്പമായിരുന്നു. ഞാൻ വളരെ ടഫായിട്ടാണ് പ്രതീക്ഷിച്ച് പഠിച്ചിരുന്നത്. ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഭാഗ്യം പോലെയാണ്. ശരി, തീർത്ത ഈ ഒരു കടമ്പ കടന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ സന്തോഷമുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചല്ല പഠിച്ചത്, പക്ഷെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതുപോലെ കുറേ പേര് ഒത്തിരി സഹായിച്ചു മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ. എല്ലാവരുടെയും സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അർഷിതയ്ക്കും ഇത് തന്നെയാണോ പറയാനുള്ളത്? എന്താണ്? ശരിയാണ്. എക്സാം വിചാരിച്ചതിൽ എളുപ്പമായിരുന്നു. റിസൾട്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിനായിട്ട് കുറെ അധ്യാപകരും കൂട്ടത്തുള്ള ഞങ്ങളെ സഹപാഠികളും എല്ലാവരും സഹായിച്ചു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയതിൽ ദൈവത്തിനും അതോടൊപ്പം അധ്യാപകരോടും നന്ദി പറയുന്നു. ഫിദ ഫാത്തിമ, എന്തൊക്കെയാണ് ഈ ഒരു വിശേഷങ്ങളുള്ളത്? ഒപ്പം തന്നെ മുന്നോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ അതെങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. റിസൾട്ടിൽ നല്ല ഹാപ്പിയാണ്. മുന്നോട്ടുള്ളത് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് എഴുതിയിട്ടുണ്ട്, അറിയില്ല റിസൾട്ട് വന്നാൽ എന്താവും അറിയില്ല. അങ്ങനെയൊക്കെ. ശ്രീനിധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ടുള്ള യാത്രയിൽ പല കരിയറിലേക്കുള്ള ഇനിയൊരു പ്രയാണമാണല്ലോ. ഇത് ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ അതെങ്ങനെയാണോ? നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അതോ ഇനിയാണോ അത് പ്ലാൻ ചെയ്യാൻ പോകുന്നത്? +2 പഠിക്കുമ്പോൾ തന്നെ മുന്നോട്ടുള്ള കാര്യം ആലോചിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ JEE എൻട്രൻസിൽ റിപ്പീറ്റ് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ. അപ്പൊ അതിനുവേണ്ടി എൻട്രൻസിൽ പോകാൻ വേണ്ടിയാണ് ഇപ്പൊ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ഈ ഒരു +2 സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് മുന്നിലൊരു വലിയ ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് എഞ്ചിനീയറിംഗിന് പോകാനാണ് താല്പര്യം. JEE നോക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം കീം എക്സാം വരുമ്പം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർഷിത, ഇതെങ്ങനെയാണ്? ഈ ഒരു പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇനി മുന്നോട്ടുള്ള യാത്ര അത് എങ്ങനെയായിരിക്കും? +1 +2 കയറുമ്പോഴേ ആഗ്രഹമാണ് എല്ലാവർക്കും. എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ നീറ്റാണ് നോക്കുന്നത്. ഇപ്രാവശ്യത്തെ നീറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ നല്ലൊരു സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. ഇതുപോലെ പഠിച്ച് നല്ലൊരു വിജയം കരസ്ഥമാക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഈ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയപ്പോൾ കൂടെയുള്ള വിദ്യാർത്ഥികളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ പ്രതികരണം അതൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സാം ആണ് +1 +2 എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും നല്ല സ്കോർ കരസ്ഥമാക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്. എനിക്ക് നല്ല സ്കോർ കിട്ടിയതിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് നല്ല സന്തോഷമുണ്ട്. വീട്ടുകാർക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. 2 വർഷം സ്ട്രെസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമാണ്. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതിനുള്ള റിസൾട്ടും കിട്ടി. അതുകൊണ്ട് വളരെ സന്തോഷം. ഫിദ ഫാത്തിമ, എല്ലാവരും പറയും ഈ +2 കഴിയുമ്പോഴാണ് ഈ നിർണായക തീരുമാനം എടുക്കേണ്ടത്, മുന്നോട്ടുള്ളത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇവിടെയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ SSLC കഴിയുമ്പോൾ തന്നെ എന്ത് വിഷയം എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അവിടെയാണല്ലോ അത് ആരംഭിക്കുന്നത്. ആ സമയത്ത് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ വീട്ടുകാരുടെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എടുത്തത്? എൻട്രൻസ് എഴുതണം, അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്നു മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ബയോസയൻസ് എടുത്തത്. എല്ലാവരും പിന്നെ പറഞ്ഞതും ബയോസയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എല്ലാ സ്ട്രീമിലേക്കും പോകാൻ പറ്റും ബയോസയൻസ് എടുത്താലേ.
അപ്പം നീറ്റ് എഴുതുക അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ബയോസയൻസ് എടുത്തിട്ടുള്ളത്. നിന്റെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സാംസ് ഒക്കെ ഈസി ആയിരുന്നു, ലൈക്ക് വിചാരിച്ചെങ്കാട്ടിൽ ഈസി ആയിരുന്നു, ഓക്കെ ആയിരുന്നു. അതിന്റെ കോച്ചിങ് ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഇത് പഠനത്തിനോടൊപ്പം തന്നെ അത് കൊണ്ടുപോവുകയായിരുന്നു? ഇല്ല, ഞാൻ ട്യൂഷനൊട്ടും പോയിട്ടില്ല, സ്വന്തം ഇരുന്ന് പഠിച്ചതാണ്. ഒരു ട്യൂഷൻസിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ശ്രീനിധി ഇത് തന്നെയാണോ മുന്നോട്ട് പോകുന്ന സമയത്ത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ SSLC കഴിയുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയത്? SSLC കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അടുത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒന്നും ഒരു ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു +1 പാതി വരെ പോലും ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ പറയുന്നത് ഈ സമയമായി, എന്തെങ്കിലും ചിന്തിക്കേണ്ട നേരമായി. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട് എനിക്ക് മുമ്പേ താല്പര്യം കുറവാണ്. അതിനാൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാരലായിട്ടുള്ള വേറെ കോഴ്സുകളോ നോക്കാനാണ് ഇപ്പോൾ ഞാൻ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. തീർത്ത ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും +2 കഴിയുന്ന സമയത്ത് മെഡിസിനിലേക്കും എൻട്രൻസിലേക്കും പോകുന്നൊരു ട്രെൻഡ് അത് കുറേ കാലമായി തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അതിൽ വീട്ടുകാരുടെ പങ്ക് അത് വളരെ വലുതുമാണ്, അവർ അതിൽ ഇടപെടാറുമുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നു? എന്റെ അഭിപ്രായം മാത്രമേ വീട്ടുകാർ നോക്കത്തുള്ളൂ. എന്നോടെയാണ് ചോദിച്ചത് ഏതാണ് ഇനി അടുത്ത് എന്താണ് പ്ലാൻ എന്ന്. എന്റെ വീട്ടിൽ ആരും ഇടപെടാറില്ല. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് അങ്ങോട്ട് പോകാൻ. എഞ്ചിനീയറിംഗിൽ ഏത് സബ്ജക്റ്റ് ആണ് നോക്കുന്നത്? എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്നാണ് താല്പര്യം. +2 കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു? അല്ല, +2 ഞാൻ ബയോളജി സയൻസ് ആണ് എടുത്തത്. ബയോളജി ആയിരുന്നു എനിക്ക് ബയോളജി സയൻസ് ഞാൻ ഇഷ്ടപ്പെട്ടല്ല എടുത്തത്, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുക്കുക. ആ സമയത്തുണ്ടായ പെട്ടെന്ന് SSLC കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ സമയത്ത് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. പെട്ടെന്നാണ് ഞാൻ ബയോളജി സയൻസ് ഒന്നും ചിന്തിക്കാതെ എടുത്തു പോയതാണ്. അടുത്തിനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നേരത്തെ ഫിഡ സൂചിപ്പിച്ചതുപോലെ ഈ ബയോമാക്സ് ഒക്കെ ഇതൊക്കെ ഈ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിലും തിരിയാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അല്ലേ അന്ന് തീരുമാനമെടുത്തത്? അതെ, ബയോളജി സയൻസ് എടുത്ത ഏത് ഫീൽഡിലോട്ടും ഇനി പോയി പഠിക്കാം എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ബയോളജി സയൻസ് എടുത്തത്. അർഷിത എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? കൊച്ചിലുള്ള ആഗ്രഹമാണ് മെഡിക്കൽ ഫീൽഡ്. 10 കഴിയുമ്പോൾ നമ്മൾ ബയോളജി ഇഷ്ടപ്പെടുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ശക്തമാവും. ഞാൻ ബയോളജി ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അതുകൊണ്ട് ആ ഇഷ്ടത്തിന് ഒരു കോട്ടോ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് നീറ്റ് തന്നെ എടുക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഇത്രയും വലിയൊരു വിജയം, എല്ലാത്തിനും A+ ലഭിക്കുമെന്ന് ഈ പഠനവേളയിലോ ഈ എക്സാം കഴിയുന്ന സമയത്തൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എക്സാം എനിക്ക് എളുപ്പമായിരുന്നു, അതുകൊണ്ട് നല്ലൊരു വിജയം കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ റിസൾട്ടിനോട് അടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമ്മൾ അപ്പോഴാണ് നമ്മളെ തന്നെ ഒന്ന് സംശയിക്കുന്ന ഒരു നിമിഷമാണ് റിസൾട്ട് വരുന്ന നിമിഷം. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ആ സംശയത്തിനൊന്നും പറ്റാതെ നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി. എക്സാം എളുപ്പമായിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഫിദ ഫാത്തിമ, നമുക്ക് ഈ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് പോലെ തന്നെ എവിടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരുമല്ലോ ആ ഒരു കാലഘട്ടത്തിലൊക്കെ, ഏത് കോളേജിൽ പഠിക്കണം എന്നുള്ളതൊക്കെ, അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? നീറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാവരെയും ആഗ്രഹം പോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ആയിരിക്കും എല്ലാവരെയും ആഗ്രഹം. അപ്പം നീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതിന് പോകണം എന്നാണ് ആഗ്രഹം. മറ്റെന്തെല്ലാം ഓപ്ഷൻസ് ആണ് മുന്നിലുള്ളത്? പാരാമെഡിക്കൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. പിന്നെ അത്ര തന്നെ. ഞാൻ JEE എഞ്ചിനീയറിംഗിലേക്ക് ഒന്നും നോക്കിയിട്ടില്ല, ലൈക്ക് എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്തതിനോണ്ട് മെഡിക്കൽ ഫീൽഡാണ് വിചാരിക്കുന്നത്. ശ്രീനിധി, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് പഠിക്കണം എന്നുള്ള കാര്യം അതൊരു നിർണായക കാര്യം തന്നെയാണല്ലോ. നമ്മുടെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ, ഏത് ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന സിറ്റിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ. അത് കേരളത്തിൽ തന്നെയാണോ പഠനം തുടരാൻ ആഗ്രഹിക്കുന്നത്? പ്രൈമറി ആഗ്രഹം കേരളത്തിലാണ്. കേരളത്തിൽ IISc എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ആർട്സ് ഓഫ് ഫിസിക്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ആ കോഴ്സിനാണ് ഞാൻ JEE അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ IIT ബോംബെയിലോ IIT കാനപ്പൂരിലോ എഞ്ചിനീയറിംഗ് എടുക്കാനും താല്പര്യമുണ്ട്. എനിക്ക് ഫിസിക്സും മാത്സും ആണ് മുമ്പേ താല്പര്യം. അപ്പം അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും പഠിക്കാനാണ് ഇപ്പോഴും ഇൻട്രസ്റ്റ്. ശരി, തീർത്ത എങ്ങോട്ടേക്കാണ് പോകുന്നത്? എവിടെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്?
റീസെന്റ് ഞാൻ കോളേജസ് ഒന്നും നോക്കിയിട്ടില്ല. ഇപ്പോ പ്രിപ്പറേഷനിലാണ്. ഇനി ഇനി നോക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ്. ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്നൊരു ട്രെൻഡ് കൂടി കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? വിദേശത്ത് പോകാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ്, എനിക്ക് കേരളത്തിൽ നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോവും. ബട്ട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ശരി, അർഷിത എങ്ങനെയാണ്? എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എല്ലാരെയും പോലെ എനിക്കും എയിംസ് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ ബെസ്റ്റ് കോളേജിൽ തന്നെ പഠിക്കണം എന്നാണ് ആഗ്രഹം. അതാണ് ആഗ്രഹം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ തന്നെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിജയം നേടിയതിന് ശേഷം ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇന്ന വിഷയങ്ങൾ എടുത്ത് പഠിക്കണം, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കരിയർ ഗൈഡൻസ് അത് എവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? കരിയർ ഗൈഡൻസ് മീൻസ് ഇപ്പം റിസൾട്ട് വന്നതിന് ശേഷം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ആഗ്രഹം എന്താണോ അതിനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ തന്നെയാണ് എൻ്റെ കൂട്ടത്തുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മളിപ്പോ കരിയർ ഗൈഡൻസ് ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ നിന്നും പല ആഗ്രഹങ്ങളും മനസ്സിൽ കൂടിയിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തേക്ക് നീറ്റ് ട്രൈ ചെയ്യുകയാണ്. എല്ലാവരും അതിനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്ന അനേകം പേര് എന്നോടൊപ്പം ഉണ്ട്. അപ്പൊ അവരെല്ലാരും നീറ്റ് ട്രൈ ചെയ്യാനാണ് എന്നെ സഹായിക്കുന്നത്. ശരി, ഫിദ ഫാത്തിമ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രിപ്പറേഷൻസ് ഒക്കെ മറ്റ് ട്യൂഷനൊന്നും പോയിട്ടില്ല, സ്കൂളിൽ തന്നെയാണ് പഠിച്ചതെന്നൊക്കെ. ഇപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു പഠന രീതികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്? മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം കൂടെയുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണോ പോയിരുന്നത്, അതോ ഫിദ മാത്രമാണോ വ്യത്യസ്തമായി പോയിരുന്നത്? ഞാന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ട്യൂഷന് പോകുന്നവരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ അതിന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ട്യൂഷന് പോയിട്ട്. 1-2 ആൾക്കാർ ഇന്ന പോലെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചവരാണ്. ഞാൻ ശരിക്കും നല്ലോണം ഈ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് കൊടുത്തത് മോഡൽ എക്സാമിന് ആ ഒരു ടൈം മുതലാണ് ഈ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് കൊടുത്ത് പഠിച്ചിട്ടുള്ളത്. അതുവരെ ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. സ്കൂളിലായാലും എന്ത് പരിപാടിയിലായാലും പങ്കെടുത്തിട്ടുണ്ട്. മോഡൽ എക്സാമിന്റെ തലേന്ന് നമുക്ക് സ്കൂളിൽ പരിപാടി ഡേറ്റ് വരെ പോയിട്ടുണ്ട്. എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടാണ് പഠിച്ചത്. അങ്ങനെ ആ ഒരു മന്ത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. പഠനത്തിന് പുറമെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? സ്കൂൾസിലുള്ള പരിപാടിയിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ആനുവൽ ഡേസിലൊക്കെ ഡാൻസ് പരിപാടി അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാത്തിലുണ്ട്. ഇപ്പോൾ ഫിദ ട്യൂഷന് പോകാതിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ അതിശയിച്ചിട്ടുണ്ടോ? ഇത് ഓരോരുത്തരും ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം ട്യൂഷനൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സയൻസ് എടുത്ത കുട്ടിക്ക് ഒരിക്കലും ട്യൂഷൻ ഇല്ലാണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റൂലെന്ന്. അപ്പം അത് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റി. സ്വന്തം പരിശ്രമിച്ചാൽ നമുക്ക് പറ്റുന്ന കാണിച്ചു കൊടുക്കാൻ പറ്റി. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പറ്റൂല, ട്യൂഷൻ ഇല്ലാണ്ട് കഴിയില്ല എന്നൊക്കെ. ബട്ട് ചെയ്ത് കാണിച്ച്. ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നു, എല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസുകളൊക്കെ ആക്കുന്നു. ആ ഒരു നിമിഷമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. നല്ല ഹാപ്പിയാണ് അതുകൊണ്ട്. ശരി, ശ്രീനിധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൊമെൻ്റ് എന്നുള്ളത്, ഈ ഒരു വിജയം നേടിയതിന് ശേഷം എല്ലാവരും അഭിനന്ദിക്കുന്ന ഒരു സമയം, എല്ലാവരും വാട്സപ്പുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്റ്റാറ്റസുകളൊക്കെ ആക്കുന്നു. ആ ഒരു നിമിഷം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്? ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയ ഒരു ഫീലാണ്. എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും ദിവസം ആരും അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ എല്ലാരും വിളിക്കുന്നു, എല്ലാരും ഇങ്ങനെ അഭിനന്ദിക്കുന്നു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സാറന്മാരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. വിഷ്ണു സാറിന്റെ നമ്മൾ ഫിനിക്സ് ട്യൂഷൻ ക്ലാസ്സിലെ വിഷ്ണു സാർ, ശരത് സാർ, ശ്രീ സാർ, അവരുടെയൊക്കെ പ്രത്യേകം ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഈ ട്യൂഷന് പോകുന്ന ഈ സമയത്തൊക്കെ എല്ലാവർക്കും ഈ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു? ഫുൾ ടൈം പഠിത്തമായിരുന്നു? എങ്ങനെ മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വർഷം മുഴുവൻ കളിച്ചു നടന്നൊരു ആളാണ് ഞാൻ. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത് ക്രിക്കറ്റൊക്കെ കളിച്ച് നല്ല രീതിയിൽ ഉഴപ്പി നടന്നതാണ് ഞാൻ. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് ഇടയ്ക്കാണ് പരീക്ഷയാണ് പഠിക്കുക എന്നുള്ള ബോധോദയം വന്നത്. എന്നിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു എത്തിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ടീച്ചർമാരെ സാറന്മാരെ സപ്പോർട്ട് ഇതിന് അനിവാര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നും പറ്റൂലായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. പിന്നെ വീട്ടുകാർക്കും പേരൻസിന്റെ സപ്പോർട്ടും ഉണ്ട്. പേരൻസ് എന്റെ എല്ലാ അലമ്പുകൾക്കും സപ്പോർട്ട് ചെയ്ത്
എന്നിട്ടും പഠിക്കുമെന്ന് എന്നെ വിശ്വസിച്ച് അതിനെല്ലാത്തിനും എനിക്ക് നന്ദിയുണ്ട്. അത് തീർത്ഥയുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? മുഴുവൻ സമയവും പഠിത്തത്തിന് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്നോ, അതോ മറ്റു ആക്ടിവിറ്റീസ്, ഇപ്പോൾ കലയായാലും കായികമായാലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ മുഴുവൻ നേരം അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് ഉണ്ട്. പാട്ടായാലും ഡാൻസ് ആയാലും ഞാൻ എല്ലാത്തിനും പോവാറുമുണ്ട്. ഞാൻ എപ്പോഴും പഠിക്കാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയത് മോഡൽ എക്സാമിന് ശേഷമാണ്. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു തുടങ്ങിയത് മോഡൽ എക്സാമിന് ശേഷമാണ്. പക്ഷെ ഉഴപ്പി നടന്നൊന്നുമല്ല, പഠിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് ഗൗരവത്തിൽ പഠിച്ചു തുടങ്ങിയത് മോഡൽ എക്സാമിന് ശേഷമാണ്. അർഷിത എങ്ങനെയാണ്? കുറഞ്ഞു മോഡൽ എക്സാമിന്. ഓക്കെ, അർഷിത എങ്ങനെയാണ്? +1 കയറിയ സമയം മുതൽ തന്നെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നോ, അതോ മാറിയും അങ്ങോട്ടും ഇങ്ങോട്ടും മോഡൽ എക്സാം അടുത്ത സമയത്തും അങ്ങനെ ഒരു പഠന രീതിയായിരുന്നു? എങ്ങനെയായിരുന്നു? എല്ലാരും പറഞ്ഞ പോലെ നമ്മള് ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്കും. ഞാനും എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. ഡാൻസിനാണെങ്കിൽ ഡാൻസിന്, പാട്ടിനാണെങ്കിൽ പാട്ടിന്, അങ്ങനെ പഠിക്കണം എന്ന് എഫേർട്ട് ഇടുമായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ എഫേർട്ട് ഇടണം എന്ന് തോന്നിയത് മോഡൽ എക്സാമിന്റെ ടൈമിലാണ്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടണം, നമ്മളിൽ പ്രതീക്ഷ വയ്ക്കുന്നവരെ നമ്മൾ തളർത്താൻ പാടില്ല എന്നൊരു ഇതൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിനുശേഷമാണ് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിത്തം മാത്രം എന്നിരുന്നാൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. അതിന് കൂടാതെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം, നമ്മൾ ആഗ്രഹങ്ങൾ അതുപോലെ സൈഡ് ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെയാണ് ഫിഡ ഫാത്തിമ. ഈ ഇനി മുന്നോട്ടുള്ളവർക്ക്, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് വന്നത്, അതിന് മുമ്പത്തെ ദിവസം SSLC റിസൾട്ടും വന്നു. അപ്പോൾ നമ്മുടെ കൊച്ചു മിടുക്കികൾക്കും മിടുക്കന്മാർക്കും അവർക്ക് നൽകാനുള്ളത് എന്താണ്? ഈ മുന്നോട്ടുള്ള യാത്രയിൽ അവർക്കൊരു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ, ഏത് സബ്ജക്റ്റ് +1 എടുക്കണം എന്നുള്ള കാര്യത്തിൽ. അവർക്ക് നൽകാനുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടോ? എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് എടുക്കുക. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടുള്ളൂ. സോ നമുക്ക് എന്താണോ താല്പര്യം അതെടുത്ത് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ആ കുട്ടി പറഞ്ഞ പോലെ നമ്മൾ പഠിക്കേണ്ട ടൈമിൽ പഠിക്കണം, കളിക്കേണ്ട ടൈമിൽ കളിക്കണം, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീനിധിക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കുമല്ലോ? അതെ, എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാൻ പാടില്ല. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കുകയും വേണം. എടുക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഫുൾ എഫേർട്ട് ഇടുകയും വേണം. കറക്റ്റ് എഫേർട്ടും ഡിസിപ്ലിനും ഉണ്ടെങ്കിലേ പഠിച്ചിട്ട് കാര്യമുള്ളൂ, എങ്കിലേ അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. തീർത്ത ഈ ഒരു കൺഫ്യൂഷൻ, SSLC കഴിഞ്ഞ സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണല്ലോ. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ് ഈ ഒരു ഘട്ടത്തിൽ? ഞാൻ പറയും, ചിന്തിച്ച് മാത്രം അടുത്ത സ്ട്രീമിലോട്ട് പോവുക. ഫുൾ A+ കിട്ടി, 10ന് ഫുൾ A+ കിട്ടി എന്ന് പറഞ്ഞ് നോർമൽ ട്രെൻഡ് ഫോളോ ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ട് എന്താണോ ഇനി അടുത്ത എന്താണ് പ്ലാൻ നേരത്തെ ചിന്തിച്ച് അതിനനുസരിച്ച് മാത്രം അടുത്ത സ്ട്രീം സെലക്ട് ചെയ്യുക. അതാണ് നെക്സ്റ്റ് അടുത്തിന് വരാനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഉപദേശം. അർഷിത, ഈ അനുജന്മാർക്കും അനുജത്തിമാർക്കും എന്താണ് പറയാനുള്ളത് അവരോട്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സബ്ജക്റ്റ് എടുക്കുക, അതിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടാൻ നോക്കുക. നമ്മുടെ ഇഷ്ടമാണ്, നമ്മളാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നതും, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ കരിയർ വളരുന്നതും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ അതിനായിട്ട് നല്ലൊരു സബ്ജക്റ്റ് എല്ലാവർക്കും, അവരുടെ ഇഷ്ടത്തിന് നല്ലൊരു സബ്ജക്റ്റ് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.